dear friend, ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, as you know, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ many years ago, some of you here will not know this. അനേക വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളിൽ ചിലർ ഇത് അറിയുകയില്ല. There was nothing here. This was just a paddy field. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് വെറും ഒരു നെൽപ്പാടമായിരുന്നു. My father and I, എൻ്റെ പിതാവും ഞാനും we stood before that big tree ആ വലിയ മരത്തിന്റെ മുൻപിൽ നിന്ന് near the gate ഗേറ്റിന്റെ അടുക്കൽ and preached the word of God. അവിടെ ഞങ്ങൾ ദൈവവചനം പ്രസംഗിച്ചു. Now, since that time, ആ സമയം മുതൽ many fine men have sought to labor here. പല നല്ല മനുഷ്യരും ഇവിടെ ജോലി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. Now, ഇപ്പോൾ Jesus said, "You are the salt of the earth." യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. Now, is there any house in which there is no salt? ഉപ്പില്ലാത്ത ഏതെങ്കിലും ഒരു ഭവനമുണ്ടോ? No. ഇല്ല. Even the poorest house has some salt. ഏറ്റവും ദരിദ്രമായ ഭവനത്തിൽ പോലും അല്പം ഉപ്പ് കാണും. If the salt have lost its saltness, ഉപ്പ് കാരമില്ലാതെ പോയാൽ it is therefore good for nothing, Jesus said. അത് ഒന്നിനും ഉതകുന്നതല്ല എന്ന് യേശു പറഞ്ഞു. See, there are so many of us here. ഇവിടെ നാം അനേകർ ഉണ്ട്. Are we the salt of the earth? നാം ഭൂമിയുടെ ഉപ്പാണോ? Or have we lost our saltness? അതോ നമുക്ക് നമ്മുടെ ഉപ്പ് രസം നഷ്ടമായോ? If any house says we have lost our salt, ഞങ്ങളുടെ ഉപ്പ് നഷ്ടമായി പോയി എന്ന് ഏതെങ്കിലും ഭവനം പറഞ്ഞാൽ they don't simply sit like that wondering. ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവർ അങ്ങനെ ഇരിക്കില്ല. They will run to a neighbor or to the market. ഒന്നുകിൽ അയൽപക്കത്തിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് അവർ They ഓടും. will say to the neighbor, "Please give me a little salt. I need it for my curry." അവർ അയൽക്കാരനോട് പറയും, ദയവായി എനിക്ക് അല്പം ഉപ്പ് തരുമോ, എന്റെ കറിയിൽ ചേർക്കുവാൻ എനിക്ക് ആവശ്യമുണ്ട്. But they will stop everything and get that അവർ salt. എന്ത് ചെയ്തുകൊണ്ടിരുന്നു എങ്കിലും അത് നിർത്തിയിട്ട് നിങ്ങൾക്ക് അല്പം ഉപ്പ് തരും. Otherwise, അല്ലെങ്കിൽ you know how husbands are very patient people. നിങ്ങൾക്കറിയാം ഭർത്താക്കന്മാർ എത്ര ശാന്തമായ When they ആളുകളാണെന്ന്. sit before your kulambu, your dinner, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ മുൻപിൽ അവർ and there is ഇരിക്കുമ്പോൾ no salt in it, അതിൽ ഉപ്പ് ഇല്ലെങ്കിൽ I can't tell you what will happen. എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. The plate may become a ball. ഒരു പക്ഷേ പ്ലേറ്റ് ഒരു പന്തായി തീരും. And worse. ചിലപ്പോൾ അതിലും മോശമായും. Where is the uppu? Where is the salt? ഉപ്പ് എവിടെ? And if the wife says, ഭാര്യ ഇത് പറഞ്ഞാൽ, "Uppu khanla, അയ്യോ അത് കാണാനില്ല, engiyo odi pochi," അത് എവിടെയോ ഓടിപ്പോയി, then she will get something hotter. അപ്പോൾ അവൾക്ക് കുറച്ചും കൂടി വല്ലതും ചൂടായത് ലഭിക്കും. See, friends, നോക്കൂ സുഹൃത്തുക്കളെ, Jesus said, "You are the salt." യേശു പറഞ്ഞു, നിങ്ങൾ ഉപ്പാകുന്നു. So we must ask, each one of us must ask ourselves, അതിനാൽ നാം എല്ലാവരും സ്വയം ചോദിക്കണം, I am working in this hospital, ഞാൻ ഈ ആശുപത്രിയിൽ വേല I ചെയ്യുന്നു, am working in this college, ഞാൻ ഈ കോളേജിൽ വേല ചെയ്യുന്നു, I am working in this village. ഞാൻ ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നു, Am I the salt of this place? ഞാൻ ഈ സ്ഥലത്ത് ഉപ്പാണോ? Is there truth round me? ആ സത്യം എന്റെ ചുറ്റുമുണ്ടോ? See, ശ്രദ്ധിക്കൂ, when there is no truth round you, നിങ്ങളുടെ ചുറ്റും സത്യമില്ലെങ്കിൽ
then your yes cannot be trusted, your no cannot be trusted. നിങ്ങളുടെ ഉവ്വയിനെയും വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഇല്ലയിനെയും വിശ്വസിക്കാൻ പറ്റില്ല. When you married your husband, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വിവാഹം കഴിച്ചപ്പോൾ they asked you this question. അവർ നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചു, Will you take this man to be your wedded husband? നീ ഈ പുരുഷനെ നിന്റെ ഭർത്താവായി കൈക്കൊള്ളുമോ? And you said yes. നിങ്ങൾ ഉവ്വ എന്ന് പറഞ്ഞു. Did you say no? നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുവോ? I don't think anybody will say no when the wedding is taking place. വിവാഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരും തന്നെ ഇല്ല എന്ന് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. Can your husband trust your word? നിങ്ങളുടെ വാക്കിനെ നിങ്ങളുടെ ഭർത്താവിനെ വിശ്വസിക്കാൻ കഴിയുമോ? You said yes. നിങ്ങൾ ഉവ്വ എന്ന് പറഞ്ഞു. Suppose your husband says no, whenever this woman says yes, it is no. എപ്പോഴൊക്കെ ഈ സ്ത്രീ ഉവ്വ എന്ന് പറയുന്നുവോ അത് ഇല്ല എന്നാണ് അർത്ഥം എന്ന് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞാൽ, Then അപ്പോൾ there will be no peace in that family. ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരിക്കില്ല. So, the first thing that truth does, സത്യം ചെയ്യുന്ന ആദ്യത്തെ കാര്യം, my tongue could speak lies so easily. നിങ്ങൾക്കറിയാമോ, എൻ്റെ നാവിന് വളരെ എളുപ്പത്തിൽ നുണ പറയുവാൻ കഴിയുമായിരുന്നു. Even to my mother, I spoke lies. എൻ്റെ അമ്മയോട് പോലും ഞാൻ നുണ പറഞ്ഞു. For years, those lies were hidden in my heart. വർഷങ്ങളോളം ആ നുണകൾ എൻ്റെ ഹൃദയത്തിൽ മറയ്ക്കപ്പെട്ടിരുന്നു. Truth സത്യം was not in my tongue. എൻ്റെ നാവിൽ ഇല്ലായിരുന്നു. But when Jesus touched me, എന്നാൽ യേശു എന്നെ സ്പർശിച്ചപ്പോൾ that same mouth ആ അതേ നാവിന് could not speak lies anymore. പിന്നെ നുണ പറയാൻ കഴിഞ്ഞില്ല. What is that miracle? അത് എന്തൊരു അത്ഭുതമാണ്. So when I said yes, it is no. When I said no, it is yes. ഞാൻ ഉവ്വ എന്ന് പറഞ്ഞപ്പോൾ അത് ഇല്ല എന്നായിരുന്നു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഉവ്വ എന്നായിരുന്നു. How did that miracle take place? ആ അത്ഭുതം എങ്ങനെയാണ് സംഭവിച്ചത്? If you turn to John 14 chapter, യോഹന്നാൻ 14 അധ്യായത്തിലേക്ക് you നിങ്ങൾ will see തിരിച്ചാൽ the source of that miracle. ആ അത്ഭുതത്തിന്റെ ഉത്ഭവം എവിടെയാണെന്ന് നിങ്ങൾ കാണും. 6th verse. 6-ാം വാക്യം. The Lord Jesus said, I am the way, ഞാൻ തന്നെ വഴിയും the truth, സത്യവും and the life. ജീവനുമാകുന്നു. No man comes to God but by me. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. Now you know that yesterday I heard one man saying ഇന്നലെ ഒരു വ്യക്തി പറയുന്നത് ഞാൻ കേട്ടു. that in his house they had built a temple because they were a Hindu family. അതായത് അവർ ഒരു ഹൈന്ദവ കുടുംബമായിരുന്നത് കൊണ്ട് അവർ അവരുടെ വീട്ടിൽ ഒരു അമ്പലം നിർമ്മിച്ചുവെന്ന്. And every year they had special puja. ഓരോ കൊല്ലവും അവർ ഒരു പ്രത്യേക പൂജ നടത്തി വന്നു. And they offered animals അവർ മൃഗങ്ങളെ ബലി കഴിച്ചു. and chickens as sacrifice. കോഴികളെ ബലി കഴിച്ചു. But this young man said, എന്നാൽ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, I could not find peace. എനിക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. I couldn't find deliverance from my sin. എന്റെ പാപത്തിൽ നിന്നും എനിക്ക് വിടുതൽ കാണുവാൻ കഴിഞ്ഞില്ല. The Lord Jesus said, കർത്താവായ യേശു പറഞ്ഞു, you shall know the truth. നിങ്ങൾ സത്യം അറിയുകയും ചെയ്യും. Now, do you know the truth? നിങ്ങൾക്ക് സത്യം അറിയാമോ? See, one day, ഒരു ദിവസം when I was a schoolboy, 10 years old, ഞാൻ 10 വയസ്സുള്ള സ്കൂൾ ബാലനായിരുന്നപ്പോൾ I
jumped from the slide. സ്ലൈഡിൽ നിന്നും തെന്നുന്ന ഇരിപ്പിടത്തിൽ നിന്നും ചാടി. And I hurt my hand. എന്റെ കൈക്ക് പരിക്കു പറ്റി. And I could not hold the pen in the class. ക്ലാസ്സിൽ എനിക്ക് പേന പിടിക്കാൻ കഴിയുന്നില്ലായിരുന്നു. The teacher thought that I was faking. ടീച്ചർ വിചാരിച്ചു ഞാൻ അഭിനയിക്കുകയാണെന്ന്. But oh, my hand was paining. എന്നാൽ എന്റെ കയ്യോ വളരെ വേദനിക്കുകയായിരുന്നു. Why was it? എന്തുകൊണ്ട്? There was fracture. ഒടിവ് സംഭവിച്ചിരുന്നു. Very small fracture. ഒരു ചെറിയ ഒടിവ്. But it prevented me from using my right hand. എന്നാൽ എന്റെ വലത് കരത്തെ ഉപയോഗിക്കുന്നതിനെ അത് തടസ്സപ്പെടുത്തി. So, അതിനാൽ my father took me to the general hospital. എന്റെ പിതാവ് എന്നെ ജനറൽ ആശുപത്രിയിലേക്ക് And കൊണ്ടുപോയി. there, the X-ray showed that there was a crack. എക്സ്റേ എടുത്തപ്പോൾ ഒരു ഒടിവ് ഉണ്ടെന്ന് കണ്ടു. So everybody knew that I was not pretending, trying to escape from school. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സ്കൂളിൽ നിന്നും രക്ഷപ്പെടാനായി ഞാൻ അഭിനയിക്കുക അല്ലായിരുന്നുവെന്ന്. They put the plaster of Paris. അവർ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ട്. And for how long you have to keep it like this. എത്ര നാൾ അങ്ങനെ വയ്ക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? They needed an X-ray to see the bone condition. അസ്ഥിയുടെ അവസ്ഥയെ നോക്കുവാനായി അവർക്ക് ഒരു എക്സ്റേ ആവശ്യമായിരുന്നു. When you come to the truth, നിങ്ങൾ സത്യത്തിലേക്ക് വരുമ്പോൾ it's like an X-ray. അത് ഒരു എക്സ്റേ പോലെയാണ്. And it searches you. അത് നിങ്ങളെ പരിശോധിക്കും. See, all of us pretend to be good people. നാം എല്ലാവരും നല്ലവരെ പോലെ അഭിനയിക്കുകയാണ്. And we like everybody to think we are very good people. നമ്മൾ വളരെ നല്ല ആളുകളാണെന്ന് എല്ലാവരും കരുതുന്നത് നാം ഇഷ്ടപ്പെടുന്നു. But എന്നാൽ we all know that inside we are not such good people. നാം അത്ര നല്ലവർ അല്ലെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നമുക്കറിയാം. What is hidden inside needs the X-ray of Jesus Christ. ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതിനെ കാണുവാനായി യേശു ക്രിസ്തുവിന്റെ എക്സ്റേ ആവശ്യമാണ്. So Jesus said, അതിനാൽ യേശു പറഞ്ഞു, I am the truth. ഞാൻ തന്നെ സത്യം. Can you escape the truth? സത്യത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ Can കഴിയുമോ? you escape gravity? ഗുരുത്വാകർഷണത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? Can you say, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? oh, this is not a very high platform, there is no gravity. ഓ, ഇത് അത്ര ഉയർന്ന വേദിക അല്ല, ഗുരുത്വാകർഷണമില്ല. Oh, I can easily jump down. വളരെ സുലഭമായി എനിക്ക് താഴേക്ക് Yes, ചാടുവാൻ many കഴിയും. little boys can easily jump from here. അതെ, പല കൊച്ചു പയ്യന്മാർക്ക് ഇവിടെ നിന്നും But വളരെ സുലഭമായി If ചാടാൻ I കഴിയും. try to jump, പക്ഷെ ഞാൻ ചാടുവാൻ ശ്രമിച്ചാൽ say, നോക്കൂ, 80 kilos, 80 കിലോ. my, and gravity will take those 80 kilos and give me a shot. എന്റെ ഗുരുത്വാകർഷണം ആ 80 കിലോയെ എടുത്തിട്ട് എനിക്ക് ഒരു ഞെട്ടലും തരും. Can I say there is no gravity? ഗുരുത്വാകർഷണം ഇല്ലെന്ന് എനിക്ക് പറയാൻ See, കഴിയുമോ? all these Ponneri people are very good people. ഈ പൊന്നേരിയിലുള്ള ജനങ്ങളൊക്കെ വളരെ And നല്ലവരാണ്. so there is no gravity here. അതിനാൽ ഇവിടെ ഗുരുത്വാകർഷണമില്ല. And I can jump even from the top of the building. അതിനാൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും എനിക്ക് ചാടാം. No, I cannot do that. ഇല്ല, എനിക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. We cannot deny the truth. നമുക്ക് സത്യം നിഷേധിക്കാനാവില്ല. Nobody can deny gravity. ആർക്കും ഗുരുത്വാകർഷണത്തെ നിഷേധിക്കാനാവില്ല. Nobody. ആർക്കും തന്നെ. I was in Bombay ഞാൻ ബോംബെയിലായിരുന്നു. in the atomic plant area, അറ്റോമിക് യന്ത്ര സംവിധാനമുള്ള which is പ്രദേശത്ത്. called Trombay. അത് ട്രോംബെയാണ്. And all atomic scientists living in high-rise buildings. എല്ലാ അറ്റോമിക് ശാസ്ത്രജ്ഞരും ഉയർന്ന കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്നു.
I went to visit a scientist, ഒരു ശാസ്ത്രജ്ഞനെ സന്ദർശിക്കുവാൻ ഞാൻ പോയി. and they said to me, അവർ എന്നോട് പറഞ്ഞു, some of these scientists are losing hope. ഈ ശാസ്ത്രജ്ഞന്മാരിൽ ചിലർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയാണ്. And they are jumping from this third, fourth, fifth flat. അവരുടെ ഫ്ലാറ്റുകളുടെ മൂന്നാമത്തെ Floors. നിലയിൽ നിന്നും അഞ്ചാമത്തെ നിലയിൽ നിന്നും ഒക്കെ ചാടുകയാണ്, And killing themselves. ആത്മഹത്യ ചെയ്യുകയാണ്. So, അതിനാൽ when there is no truth in our hearts, നമ്മുടെ ഹൃദയങ്ങളിൽ സത്യമില്ലെങ്കിൽ there is going to be fear and trouble. ഭയവും ആദിയും ഉണ്ടാകാൻ പോവുകയാണ്. So the biggest scientists today, അതിനാൽ ഇന്ന് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ they do not have any hope for the human race. അവർക്ക് മനുഷ്യ വംശത്തെക്കുറിച്ച് ഒരു പ്രത്യാശയില്ല. Everywhere people are trying to get the secrets of making an atomic bomb, nuclear weapon. എല്ലായിടത്തും ആളുകൾ ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന രഹസ്യത്തെ കൈപ്പറ്റാൻ ശ്രമിക്കുകയാണ്. Now we see that everywhere bombs, അത് നാം എല്ലായിടത്തും കാണുന്നു, ബോംബുകൾ. even in our trains. നമ്മുടെ ട്രെയിനുകളിൽ പോലും. When we get into our train, we do not know if we will reach the destination. നാം നമ്മുടെ ട്രെയിനിൽ കയറുമ്പോൾ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തുമോ എന്ന് Now this has നമുക്കറിയില്ല. become the condition all over the world. ലോകമെമ്പാടുമുള്ള അവസ്ഥയാണിത്. Because കാരണം in the heart of man, മനുഷ്യ ഹൃദയത്തിൽ there is no truth. സത്യമില്ല. Where there is no truth, എവിടെ സത്യമില്ലയോ there is only fear അവിടെ ഭയം മാത്രമേ and ഉണ്ടാകുള്ളൂ, hatred. പകയും. Love സ്നേഹം can only grow in the soil of truth. സത്യത്തിന്റെ മണ്ണിൽ മാത്രമേ വളരുകയുള്ളൂ. If I go and ask your നിങ്ങൾ farmers, പോയി നിങ്ങളുടെ കർഷകനോട് ചോദിച്ചാൽ, why are you not growing wheat in these fields? ഈ വയലുകളിൽ നിങ്ങൾ എന്താണ് ഗോതമ്പ് വളർത്താത്തത്? They will say, അവർ പറയും, no, ഇല്ല, we cannot grow wheat. ഞങ്ങൾക്ക് ഗോതമ്പ് വളർത്താൻ പറ്റില്ല. The weather here only suits paddy. ഇവിടുത്തെ കാലാവസ്ഥയിൽ നെൽകൃഷി മാത്രമേ പറ്റുള്ളൂ. Wheat will not thrive here. ഗോതമ്പ് ഇവിടെ തഴയ്ക്കുകയില്ല. In very cold countries, വളരെ തണുപ്പുള്ള രാജ്യങ്ങളിൽ they sow their wheat before the snow comes, before it becomes zero. മഞ്ഞു വീഴുന്നതിന് മുൻപേ അവർ ഗോതമ്പ് വിതയ്ക്കും, 0 ഡിഗ്രി ആകുന്നതിന് മുൻപേ. And when the heavy snow melts ആ കനത്ത മഞ്ഞ് ഉരുകുമ്പോൾ and the temperature comes a little up beyond zero, താപനില 0-ത്തേക്കാളും അല്പം ഉയരുമ്പോൾ wheat which likes the cold comes up. ശൈത്യത്തെ ഇഷ്ടപ്പെടുന്ന ഗോതമ്പ് കിളിർത്തു വരും. What is the soil in which truth grows? സത്യം വളരുന്ന മണ്ണ് ഏതാണ്? What is the soil in which love grows? I mean, അതായത് ഏത് മണ്ണിലാണ് സ്നേഹം വളരുന്നത്? truth. സത്യം. Without truth, there is no trust. സത്യമില്ലാതെ വിശ്വാസം ഉണ്ടാകില്ല. That is the heart of man. അതാണ് മനുഷ്യ ഹൃദയം. If you turn to 1 Peter and the 3rd chapter, 1 പത്രോസിലേക്ക് നിങ്ങൾ തിരിച്ചാൽ 2-ാം അധ്യായം, 2nd chapter, please, 2-ാം അധ്യായം 22nd verse. 22-ാം വാക്യം. Who did no sin, അവൻ പാപം ചെയ്തിട്ടില്ല, neither was guile found in his mouth. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. See, we talk of religion everywhere.
We have some drum beating, some shouting, some singing. എല്ലായിടത്തും മതത്തെക്കുറിച്ചുള്ള സംസാരമാണ്. ചിലർ ഡ്രം അടിക്കുന്നു, ചിലർ അലറുന്നു, ചിലർ പാടുന്നു. And one religion says, I am the best religion. ഒരു മതം പറയുന്നു, ഞാനാണ് ഏറ്റവും മികച്ച മതം. I don't see truth amongst religious people. എന്നാൽ മതപരമായ ആളുകളിൽ ഞാൻ സത്യത്തെ കാണുന്നില്ല. If you show them 10 lakh, നിങ്ങൾ അവർക്ക് 10 ലക്ഷം രൂപ കാണിച്ചാൽ they will tell 10,000 lies. അവർ 10,000 നുണകൾ പറയും. You cannot trust them. നിങ്ങൾക്ക് അവരെ വിശ്വസിക്കുവാൻ കഴിയുകയില്ല. If you give a contract to a man, ഒരു വ്യക്തിക്ക് ഒരു കോൺട്രാക്ട് കൊടുത്താൽ now the man who gives the contract ആ കോൺട്രാക്ട് കൊടുക്കുന്ന വ്യക്തി takes such a big bribe, ഒരു വലിയ കൈക്കൂലി കൈപ്പറ്റും. and this contractor, ഈ കോൺട്രാക്ടർ he says, അദ്ദേഹം പറയുന്നു, oh, I had to pay this man so much, that minister so much, this man so much. ഞാൻ ഈ വ്യക്തിക്ക് ഇത്രയും, ആ മന്ത്രിക്ക് ഇത്രയും, ആ വ്യക്തിക്ക് അത്രയും കൊടുക്കേണ്ടി വന്നു. And how can I make it in business? ബിസിനസ്സിൽ ഞാൻ എങ്ങനെ മുന്നേറും? I must only cheat the public. പൊതുജനങ്ങളെ ഞാൻ കൊള്ളയടിക്കണം. So, അതിനാൽ instead of laying a proper road, ഒരു ശരിയായ റോഡ് ഇടുന്നതിന് പകരം I will use this money to lay a road which will only last till the next monsoon. ഈ പണം ഉപയോഗിച്ച് അടുത്ത കാലവർഷം വരെ മാത്രം നിലനിൽക്കുന്ന ഒരു റോഡ് ഞാൻ ഇടും. See, my friend, നോക്കൂ എന്റെ I സുഹൃത്തുക്കളെ, have been a driver for a long time. വളരെ കാലമായി ഒരു ഡ്രൈവറായി ഇരുന്നവനാണ് ഞാൻ. And when I see our road, നമ്മുടെ റോഡുകളെ ഞാൻ കാണുമ്പോൾ what I saw 50 years ago, ഞാൻ 50 വർഷത്തിന് മുൻപേ എന്ത് കണ്ടുവോ, 60 years ago, 60 വർഷത്തിന് മുൻപേ the same kind of deceit, അതേ തരത്തിലുള്ള തട്ടിപ്പ്, the same kind of big hole. അതേ തരത്തിലുള്ള വലിയ കുഴികൾ. See, the heart is not being changed. നോക്ക്, ഹൃദയം മാറ്റപ്പെടുന്നില്ല. എന്നാൽ Pilgrimages are going on. തീർത്ഥാടനങ്ങൾ നടക്കുന്നു, Religion is going on. മതം പോയിക്കൊണ്ടിരിക്കുന്നു, Even meetings like this are going on. ഇതുപോലുള്ള യോഗങ്ങളും നടക്കുന്നു. But എന്നാൽ guile and deceit. കാപ്പട്യവും തട്ടിപ്പും. See, I do not know if any of the question papers were out before the examination. പരീക്ഷ നടക്കുന്നതിന് മുൻപേ ചോദ്യ കടലാസുകൾ പുറത്തു വന്നോ എന്ന് എനിക്കറിയില്ല. When I was writing the final exam in school, സ്കൂളിൽ ഞാൻ അവസാനത്തെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ my weak subject was mother tongue. എന്റെ പ്രയാസമായ വിഷയം മാതൃഭാഷയായിരുന്നു. And whether I'd pass or fail, very doubtful. ജയിക്കുമോ തോക്കുമോ എന്ന് സംശയമായിരുന്നു. And a man came അപ്പോൾ ഒരു വ്യക്തി വന്നു and said, പറഞ്ഞു, I have got the question paper. എന്റെ കയ്യിൽ ചോദ്യ കടലാസുണ്ട്. What did my father and I say? എന്താണ് എന്റെ പിതാവും ഞാനും പറഞ്ഞത്? This man knows that we preach the truth. ഞങ്ങൾ സത്യത്തെ പ്രസംഗിക്കുന്നവരാണെന്ന് ഈ വ്യക്തിക്ക് അറിയാം. How did he have the courage to bring the question paper? ചോദ്യ കടലാസ് എടുത്തുകൊണ്ട് വരാനായി എങ്ങനെ അദ്ദേഹത്തിന് ധൈര്യം വന്നു? See, you are going to fail. But here is the question paper. നോക്കൂ, നീ തോറ്റുപോകും, ഇതാ ചോദ്യ കടലാസ്. What did we say? ഞങ്ങൾ എന്താണ് പറഞ്ഞത്? Please take it away. ദയവായി ഇത് കൊണ്ടുപോയിക്കോളൂ. We don't want the question paper. ഞങ്ങൾക്ക് ചോദ്യ കടലാസ് ആവശ്യമില്ല. We do not want such matter. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. On the one hand, ഒരു വശത്ത് religion. മതം മതം മതം, On the other hand, മറുവശത്ത് deceit. തട്ടിപ്പ് തട്ടിപ്പ് തട്ടിപ്പ്. But what do we see in the living Savior? എന്നാൽ ജീവിക്കുന്ന രക്ഷകനിൽ നാം എന്താണ് കാണുന്നത്?
There was no guile in his mouth. അവന്റെ വായിൽ വഞ്ചന ഇല്ലായിരുന്നു. Who did no sin. പാപം ചെയ്യാത്തവൻ. So when you look at Jesus, അതിനാൽ നിങ്ങൾ യേശുവിനെ നോക്കിയാൽ, when you look at his love, അവന്റെ സ്നേഹത്തെ നിങ്ങൾ നോക്കിയാൽ, you will hate your untruth. നിങ്ങളുടെ അസത്യത്തെ നിങ്ങൾ വെറുക്കും. You will hate your untruth. നിങ്ങളുടെ അസത്യത്തെ നിങ്ങൾ വെറുക്കും. What is this? I'm full of lies. ഇത് എന്താണ്? ഞാൻ നുണയാൽ നിറഞ്ഞിരിക്കുന്നു. I deceive my wife, I deceive everybody. ഞാൻ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചു, ഞാൻ എല്ലാവരെയും കബളിപ്പിച്ചു. What is this nature? ഇത് എന്തൊരു സ്വഭാവമാണ്? Only Jesus Christ can change my heart. യേശു ക്രിസ്തുവിന് മാത്രമേ എൻ്റെ ഹൃദയത്തെ മാറ്റാൻ പറ്റുള്ളൂ. In him was no sin. അവനിൽ പാപമില്ലായിരുന്നു. In his mouth there was no guile. അവന്റെ വായിൽ കപടമില്ലായിരുന്നു. What a wonderful Savior. എന്തൊരു അത്ഭുതകരമായ രക്ഷകൻ. You need him. നിങ്ങൾക്ക് അവനെ ആവശ്യമുണ്ട്. I need him. എനിക്ക് അവനെ ആവശ്യമുണ്ട്. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us tell God, നമുക്ക് ദൈവത്തോട് പറയാം, Lord, കർത്താവേ, how can I live in deceit and lie? ഈ കാപ്പട്യത്തിലും നുണയിലും എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? Lord Jesus, കർത്താവായ give യേശുവേ, me this new heart. എനിക്ക് ഈ പുതിയ ഹൃദയം നൽകണമേ. I want truth in my word, എന്റെ വാക്കുകളിൽ സത്യം ഞാൻ ആഗ്രഹിക്കുന്നു. truth in my life, എന്റെ ജീവിതത്തിൽ സത്യം, truth in my secret part. എന്റെ രഹസ്യ ഭാഗങ്ങളിൽ സത്യം. No more this deceit. ഇനി വഞ്ചന വേണ്ട. Wash me from my sin. എന്റെ പാപത്തിൽ നിന്നും എന്നെ കഴുകണമേ. In your prayaschit bali rakta. അങ്ങയുടെ പ്രായശ്ചിത്ത ബലി രക്തത്തിൽ Wash me from my sin. എന്നെ എന്റെ പാപത്തിൽ നിന്നും കഴുകണമേ. Pray in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. Lord Jesus, കർത്താവായ യേശുവേ, what a beautiful, wonderful Savior you are. എത്ര മനോഹരമായ അത്ഭുതകരമായ രക്ഷകനാണ് നീ. Lord, കർത്താവേ, truth has fallen in my heart. സത്യം എന്റെ ഹൃദയത്തിൽ ഇടറുന്നു. Truth has fallen in my house. സത്യം എന്റെ ഭവനത്തിൽ ഇടറുന്നു. Your truth has fallen in my mouth. സത്യം എന്റെ വായിൽ ഇടറുന്നു. Truth has fallen in my register. സത്യം എന്റെ രജിസ്റ്ററിൽ ഇടറുന്നു. Truth has fallen in my account. സത്യം എന്റെ കണക്കുകളിൽ ഇടറുന്നു. Forgive me, Lord. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. Wash me from my sin. എന്റെ പാപത്തിൽ നിന്ന് എന്നെ കഴുകണമേ. Make me your son and daughter. എന്നെ നിന്റെ മകനും മകളും ആക്കേണമേ. Pray in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. Lord Jesus, കർത്താവായ യേശുവേ, come to these dear people. ഈ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് Give them വരണമേ. a new heart, അവർക്ക് ഒരു പുതിയ ഹൃദയം നൽകണം. a new spirit. ഒരു പുതിയ ആത്മാവും. Let not sin reign in their heart. അവരുടെ ഹൃദയങ്ങളിൽ പാപം വാഴരുതേ. That old nature, ആ പഴയ സ്വഭാവം, that family nature, ആ കുടുംബ സ്വഭാവം, the way the registers were kept by the grandfather, മുത്തച്ഛന്മാർ എങ്ങനെ രജിസ്റ്റർ വെച്ചുവോ, that same untruth, അതേ അസത്യം, why should it be in me? അത് എന്തുകൊണ്ടാണ് എന്നിൽ ഇരിക്കേണ്ടത്? Wash me, Lord. എന്നെ കഴുകണമേ Give കർത്താവേ. me this new heart. എനിക്ക് ഈ പുതിയ ഹൃദയം നൽകണമേ. Give me your peace. അവിടുത്തെ സമാധാനം എനിക്ക് നൽകണമേ. Hear our prayer. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. In Jesus' name. യേശുവിൻ നാമത്തിൽ Amen.